കർത്താവിൽ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ഞായറാഴ്ചയുടെ പുത്തൻ പ്രഭാതത്തിൽ വിവിധയിടങ്ങളിലായി ദൈവത്തെ ആരാധിക്കുന്ന അനേക ലക്ഷക്കണക്കിന് വിശ്വാസികളുണ്ട്. ഈ ലക്ഷോപലക്ഷം വിശ്വാസികൾ തങ്ങൾക്ക് ലഭിച്ച ദൈവപ്രകാശം അനുസരിച്ചാണ് തങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തെ ആരാധിക്കുന്നത്. ഈ അതിമനോഹരമായ ദിവസത്തിൽ ഒരു ആരാധനാ സങ്കീർത്തനം വായിക്കുന്ന 150-ാം സങ്കീർത്തനത്തിൽ നിന്ന് 4 അതിപ്രധാനമായ ചിന്തകൾ ഞാനിവിടെ പങ്കുവയ്ക്കുവാൻ സൺഡേ സന്ദേശം എന്ന നിലയിൽ ഇന്ന് രാവിലെ ആഗ്രഹിക്കുകയാണ്. ഈ സന്ദേശം ഞായറാഴ്ച രാവിലെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവസഭയ്ക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള ആത്മീകമായ പ്രചോദനം നൽകപ്പെടുത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവായ ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയ പ്രകാശം പൊതുപ്രയോജനത്തിനായിട്ട് ഞാൻ നൽകുന്നു. 150-ാം സങ്കീർത്തനം സങ്കീർത്തനങ്ങളുടെ ലിസ്റ്റിലെ ഏറ്റവും ഒടുവിലത്തെ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിലെ ആരാധനയോടുള്ള ബന്ധത്തിൽ 4 അതിപ്രധാനമായ ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ വ്യക്തമായ ഉത്തരവും ഈ സങ്കീർത്തനക്കാരൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ആരെ ആരാധിക്കണം എന്നുള്ളതാണ്. ആരെ ആരാധിക്കണം? 2 എവിടെ ആരാധിക്കണം? 3 എങ്ങനെ ആരാധിക്കണം? 4 എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം? ഞാനതിൻ്റെ സീക്വൻസ് വളരെ വേഗത്തിൽ വരുന്നു. 1 ആരെയാണ് ആരാധിക്കേണ്ടത്? ആരാധിക്കേണ്ടത് ദൈവത്തെയാണ്. മനുഷ്യ ആരാധന ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ദൂതന്മാർക്ക് ആരാധന അർപ്പിക്കുന്ന സംവിധാനവും വിശുദ്ധ വേദപുസ്തകത്തിലില്ല. ദൂതന്മാർ കൂടെ ദൈവത്തിനാണ് ആരാധന അർപ്പിച്ചിട്ടുള്ളത്. നാം ആണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. യഹോവയായ ഞാൻ ഏകനല്ലാതെ എനിക്ക് മുമ്പോ എനിക്ക് പിമ്പോ മറ്റൊരുത്തനും ഇല്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും സകലത്തിൻ്റെയും സൃഷ്ടിതാവും സകലത്തിൻ്റെയും സംരക്ഷകനുമായ നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്. ദൈവത്തെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമായി പരിശുദ്ധാത്മാവിനാൽ നാം ആരാധിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്നത് യേശുക്രിസ്തു മുഖാന്തരം എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മുടെ പിതാവായ ദൈവത്തോടെ നമുക്കൊരു സാമീപ്യം സാധിപ്പിച്ചെന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ആശീർവാദത്തിൻ്റെ നിർവചനം പറയുമ്പോൾ 2 കൊരിന്ത്യർ 13:14 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും, പിതാവായ ദൈവത്തോട് പാപികളായിരുന്ന നമുക്ക് ഒരു പ്രോക്സിമിറ്റി സാമീപ്യം നേടിത്തന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും കാൽവറിലെ ക്രൂശിലെ അവൻ്റെ ബലിമരണവുമാണ്. അതുകൊണ്ടാണ് ക്രിസ്തു മുഖാന്തരം നാം പിതാവായ ദൈവത്തിന് പരിശുദ്ധാത്മാവിനാൽ ആരാധന അർപ്പിക്കുന്നു. 2 ആരാണ് ആരാധിക്കേണ്ടത്? അവിടെ നിന്ന് വായിക്കുന്ന ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ജീവനുള്ളതൊക്കെയും എന്നതിന് ജീവൻ പ്രാപിച്ചതൊക്കെയും എന്നാണ് അതിൻ്റെ റൂട്ട് ഭാഷയിലെ യഥാർത്ഥമായ അർത്ഥം. നമ്മെ സംബന്ധിച്ച് ഒരു കാലത്ത് നാം ജീവനില്ലാത്തവരായിരുന്നു. പത്രോസ് തൻ്റെ 1-ാം ലേഖനത്തിൽ പറയുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പ്രസ്താവിക്കുന്നുണ്ട്: ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നാമും ജീവൻ പ്രാപിച്ച കല്ലുകളെ പോലെ ഒരാത്മീയ ഗ്രഹമാകേണ്ടതിന് വിശുദ്ധ പുരോഹിത വർഗം എന്ന നിലയിൽ ഒന്നിച്ച് പണിയപ്പെടുന്നു. പത്രോസ് പറയുകയാണ്, പത്രോസ് ഉൾപ്പെടെയുള്ള സകല ആളുകളും തൻ്റെ അനുവാചകരും ലോകത്തുള്ള സകല ആളുകളും ഒരു കാലത്ത് ജീവൻ ഇല്ലാത്തവരായിരുന്നു. ചാവാറായ ശേഷിപ്പുകളായിരുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലെ കൃപയാൽ യേശുക്രിസ്തുവുമായി വിശ്വാസത്താലുള്ള സമ്പർക്കം ഉണ്ടായപ്പോൾ കർത്താവ് തൻ്റെ പുതുജീവൻ നമ്മിലേക്ക് പകരുകയും നാം ക്രിസ്തു മുഖാന്തരം ജീവനുള്ളവരായി തീരുകയും ചെയ്തു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതു സൃഷ്ടിയാകുന്നു എന്ന് 2 കൊരിന്ത്യർ 17 നമ്മൾ 2 കൊരിന്ത്യർ 5:17 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു മുഖാന്തരമുള്ള സമ്പർക്കത്താൽ ക്രിസ്തു മുഖാന്തരം ജീവൻ പ്രാപിച്ചവരായ നാം ജീവനുള്ളവരായി വീണ്ടെടുക്കപ്പെട്ടവരായി നാം ദൈവത്തെ ആരാധിക്കുന്നു. ഇതാണ് നമുക്ക് ലഭിച്ച ഏറ്റവും മനോഹരമായ മറ്റൊരു ചിന്ത. ജീവൻ പ്രാപിച്ചവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർ ദൈവത്തെ ആരാധിക്കട്ടെ എന്നാണ്, അല്ലെങ്കിൽ വീണ്ടും ജന്മം പ്രാപിച്ചവർ ദൈവത്തെ ആരാധിക്കട്ടെ എന്നാണ്. ലോകത്തിൽ ധാരാളം സഭകളും സമൂഹങ്ങളും സമുദായങ്ങളുമുണ്ട്.
എല്ലാവരും ജീവൻ പ്രാപിച്ചവരാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ. എന്നാൽ വേദോസം പറയുന്നു, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച ദൈവമക്കൾ അവരാണ് ദൈവത്തിന് ആരാധന അർപ്പിക്കേണ്ടത്. അപ്പോൾ ആരെ ആരാധിക്കണം എന്ന ചോദ്യത്തിന് യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തെ ആരാധിക്കണം. 2, ആര് ആരാധിക്കണം? ജീവൻ പ്രാപിച്ചവർ, വീണ്ടും ജന്മം പ്രാപിച്ച വിശുദ്ധന്മാർ ദൈവത്തെ ആരാധിക്കണം. 3, എവിടെ ആരാധിക്കണം? അത് പറയുന്നത് ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ. 2 വാക്യങ്ങൾ ഈ ബന്ധത്തിൽ ഉത്തരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നെറ്റ് ഇവിടെ വളരെ സ്ലോ ആണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, നിങ്ങളോ ദൈവത്തിൻ്റെ മന്ദിരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുന്നു നിങ്ങളുടെ ശരീരം. ഓരോ രക്ഷിക്കപ്പെട്ട വിശ്വാസികളും പരിശുദ്ധാത്മ നിവാസിതമായിരിക്കുന്ന ദേവാലയമാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസികളും വൈവിധ്യങ്ങളായ സ്വഭാവങ്ങളുള്ളവരാണെങ്കിലും അവർ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തെ ആരാധിക്കുവാൻ കൂടി വരുമ്പോൾ ആ കൂടിവരവ് ഒരാലയമാണ്. അമ്പരചുംബികളായ പള്ളികളോ സൗധങ്ങളോ സഭാകളോ അല്ല ദൈവത്തിൻ്റെ നിവാസം. അവിടെ ദൈവം നിവസിക്കുന്നില്ല. മണ്ണും കല്ലും ഇഷ്ടികയും സിമെൻറ്റും കമ്പിയും കൊണ്ടുണ്ടാക്കിയ സ്ഥാപനങ്ങളിലല്ല ദൈവം വസിക്കുന്നത്. പ്രവൃത്തി 17 അപ്പോസ്തലനായ പൗലോസിൻ്റെ അരോപകുന്നിലെ പ്രസംഗത്തിൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, മനുഷ്യൻ്റെ കൈപ്പണിയായതിൽ ദൈവം വസിക്കുന്നില്ല. പിന്നെ ദൈവം എവിടെയാണ് വസിക്കുന്നത്? തൻ്റെ പുത്രൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയങ്ങളുള്ള വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ഹൃദയങ്ങളിൽ ദൈവം വസിക്കുന്നു. നമ്മുടെ ശരീരം അങ്ങനെ തന്നെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ശരീരമായതുകൊണ്ട് ആ ഹൃദയവും ശരീരവും ദൈവത്തിൻ്റെ ആലയമാണ്. 2, അങ്ങനെ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ സമാന ചിന്താഗതികൾ ഉള്ളവരായി ഒന്നിച്ചു കൂടി വരുമ്പോൾ ആ കൂടിവരവ് ഒരു ആലയമാണ്. അതാണ് കർത്താവ് മത്തായി 12 പറഞ്ഞത്, 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അവ കെട്ടിടമല്ല, കെട്ടിടത്തിൽ കൂടി വരുന്ന ദൈവജനമാണ് ദൈവത്തിൻ്റെ ആലയം. അപ്പോൾ എവിടെ ആരാധിക്കണം? ഹൃദയമാകുന്ന ആലയത്തിൽ നിന്ന് ദൈവത്തിന് യോഗ്യമാകുന്ന ആരാധന അർപ്പിക്കണം. 4-ാമത്തെ ചോദ്യം, എന്തുകൊണ്ട് നാം അവനെ ആരാധിക്കണം? ആ സംഖ്യയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ വീര്യ പ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ. എബ്രായലേഖനം 2:14 നാം വായിക്കുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി കൂടിയവരായി തീർന്ന് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു. ഞാനും നിങ്ങളും പിശാചിൻ്റെ അടിമത്വത്തിലായിരുന്നു. മരണത്തിൻ്റെ ഭീതി നമ്മുടെ മേൽ നിഴലിട്ടിടുന്നു. എന്നാൽ ജീവപര്യന്തം മരണത്തിൻ്റെ ഭീതിയിൽ അടിമകളായി പിശാചിൻ്റെ അടിമത്വത്തിലായിരുന്ന നമ്മെ കർത്താവ് വിടുവിച്ചു. എങ്ങനെയാണ് വിടുവിച്ചത്? തൻ്റെ മരണത്താൽ മരണത്തെ എന്നേക്കുമായി അവൻ കീഴ്പ്പെടുത്തി. കർത്താവായ യേശു നമുക്ക് വേണ്ടി പ്രതിഭകരമായി മരിച്ചു. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി യേശു ക്രിസ്തു ക്രൂശിന്മേൽ മരിക്കുമ്പോൾ മരണം കൊണ്ട് മരണത്തെ സദാകാലത്തേക്കും അവൻ കീഴ്പ്പെടുത്തി. അതാണ് എബ്രായർ 2:13 വായിക്കുന്ന, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നു എന്ന് പറഞ്ഞാൽ നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നു. ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ അവൻ വിടുവിച്ചു. അത് തന്നെയാണ് അതിൻ്റെ തുടർന്നുള്ള അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. സകലത്തിനും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ തങ്ങളുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി തീർക്കുന്നത് യുക്തമെന്ന് തോന്നി. നമ്മെ സ്നേഹിച്ചുകൊണ്ട് കർത്താവായ യേശുവിനെ ഏറ്റവും ക്രൂരമായ ക്രൂശമരണത്തിന് പിതാവായ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് അവൻ്റെ വീര്യപ്രവൃത്തികളിൽ ഒന്ന്. 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് അവൻ്റെ പുനരുദ്ധാനമാണ്. ഈ റോമാലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ ദൈവപുത്രനെന്ന ശക്തിയോട് നിർണ്ണയിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി നമുക്ക് വേണ്ടി മരണം സഹിച്ചവൻ മാത്രമല്ല, തൻ്റെ മരണത്താൽ മരണത്തെ സദാകാലത്തേക്കും തോൽപ്പിച്ചവൻ മാത്രമല്ല, അവൻ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം മരണത്തെ ജയിച്ച ജയാളിയായി ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ മരിച്ചു എന്നുള്ളത് ദൈവം ചെയ്ത 1-ാമത്തെ വീര്യപ്രവൃത്തി. കാരണം ലോകത്തിൽ ആർക്കും മറ്റുള്ള ആളുകളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ സാധിക്കുകയില്ല. കാരണം പാപികൾ എല്ലാവരും പാപികളാണ്. പാപികൾക്ക് വേണ്ടി മരിച്ചാൽ പാപത്തിന് പരിഹാരം ഉണ്ടാവുകയില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശു മാത്രം പാപരഹിതനായി ലോകത്തിൽ ജീവിച്ച് പാപരഹിതനെന്ന് സമസ്ത ജനകോടികളാലും സാക്ഷ്യം പ്രാപിച്ച് ശത്രുവും മിത്രവും ഒരുപോലെ അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞ്
നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിച്ചുകൊണ്ട് ക്രൂശിന്മേൽ അവൻ കയറി നമുക്ക് വേണ്ടി അവൻ പ്രതിപകര യാഗമായി തീർന്നു. ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികൾ ഒന്നാമത്തെ ഭാഗം അത്. 2, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. പെന്തിക്കോസ്ത് നാളിൽ അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിച്ച പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്നെ വളരെ ഹൃദയാകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ഈ യേശുവിനെ ദൈവം മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു, ഞങ്ങളതിന് സാക്ഷികൾ ആകുന്നു. യോസേഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭൗമശരീരം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമായ ഞായറാഴ്ച പ്രഭാതത്തിൽ അത് തേജസ്സോടെ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് കർത്താവായ ദൈവം ചെയ്ത രണ്ടാമത്തെ വീര്യപ്രവൃത്തി. 1, നമ്മുടെ അതിക്രമങ്ങളും പാപങ്ങളും നിമിത്തം ദൈവം മരണപാശങ്ങൾക്ക് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. 2, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവനെ മരിച്ചു വരുന്ന ദൈവം എഴുന്നേൽപ്പിച്ചു. ഇതാണ് അവൻ ചെയ്ത വീര്യപ്രവൃത്തി. പ്രിയമുള്ളവരെ, ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ്റെ വീര്യപ്രവൃത്തി നിമിത്തം അവനെ സ്തുതിപ്പിൻ. ഞാൻ എൻ്റെ വാക്കിൽ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ നിർത്തട്ടെ. ആരെ ആരാധിക്കണം? യഹോവയെ ആരാധിക്കണം. 2, ആരെ ആരാധിക്കണം? വീണ്ടും ജന്മം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പിതാവായ ദൈവത്തെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ ആരാധിക്കണം. 3, എവിടെ ആരാധിക്കണം? എന്നുള്ളമാകും മഹാദേവാലയത്തിൽ നിന്ന് പൊങ്ങും നിനക്ക് വന്ദനം പരമേശ. നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ നിന്ന് ദൈവത്തെ നമ്മൾ ആരാധിക്കണം. 4, എന്തുകൊണ്ട് ആരാധിക്കണം? അവൻ നമുക്ക് വേണ്ടി ചെയ്ത വീര്യപ്രവൃത്തികൾ നിമിത്തം നാം അവനെ സ്തുതിക്കണം. ഇന്നത്തെ പകൽക്കാലം നമ്മെ സ്നേഹിച്ച് നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മിൽ ഒരുവനെ പോലെ മനുഷ്യനായി ദാസരൂപം കൊണ്ട് വേഷത്തിൽ മനുഷ്യനായി മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ പൗലോസ് ഇപ്രകാരം പറയുകയാണ്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഞായറാഴ്ചയുടെ പ്രഭാത സമയം ഒരിക്കൽ കൂടി നമ്മെ സ്നേഹിച്ച് നമ്മുടെ പാപം പോക്കി നമ്മെ വിശുദ്ധീകരിച്ച് നമ്മെ ദൈവമക്കളാക്കി ഒരു വിശുദ്ധ രാജകീയ പുരോഹിത വർഗമാക്കി നമ്മെ മാറ്റി ദൈവത്തിന് സ്തുത്യർഹമായ ആരാധന അർപ്പിക്കുവാൻ കഴിയുന്ന വിശുദ്ധ ആലയങ്ങളാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കാം. കർത്താവിൻ്റെ നാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു.